ലോക്സഭയിൽ 2026 ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. അതിലിടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുലിനെ പ്രസംഗിക്കുവാൻ അനുവദിക്കരുതെന്നും സ്പീക്കറിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നതുമായ പശ്ചാത്തലത്തിൽ ഈ പ്രസംഗം ഏവരും ഉറ്റുനോക്കിയിരുന്നതായിരുന്നു. നേരിട്ട് പ്രസംഗത്തിലേക്ക് രാഹുലിന്റെ വാക്കുകളിലേക്ക് കടക്കാം. ബഡ്ജറ്റിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുവാൻ അനുവദിച്ചതിന് നന്ദി. കുറച്ചു സമയം മുൻപ് റിരുജി എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തുന്നതെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജുജുത്സു ചെയ്യുന്നു, ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുന്നു. Rijiju ji asked me, how do I keep fit? You recall that? And I mentioned to him that I do jujitsu, I do martial arts. ധാരാളം ആളുകൾ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർഷൽ ആർട്സിന്റെ അടിസ്ഥാനം എതിരാളിയിലുള്ള പിടുത്തമാണ്. നമ്മൾ ഇവരെ പിടിക്കുവാൻ ശ്രമിക്കും, അവർ നമ്മളെ പിടിക്കുവാനും ശ്രമിക്കും. നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാർ, ഇപ്പോൾ പറഞ്ഞ ഈ പിടുത്തം രാഷ്ട്രീയത്തിലുമുണ്ട് സാർ, പിടുത്തം വ്യവസായത്തിലുമുണ്ട്. ജുജിത്സുവിൽ പിടുത്തം കാണാം. കൈ എവിടെയാണ്? ശ്വാസമടക്കൽ എങ്ങനെ പ്രയോഗിക്കുന്നു? എന്നാൽ രാഷ്ട്രീയത്തിൽ അത് കാണാനാവില്ല. എവിടെ ആരാണ് പിടുത്തമിട്ടിരിക്കുന്നത്? ശ്വാസമടക്കൽ എവിടെ പ്രയോഗിക്കുന്നു? അത് കാണില്ല, മറച്ചു വെക്കുന്നു. അതിനാൽ അതാണ് തുടക്കം. ഞാൻ സാമ്പത്തിക സർവേ നോക്കി 2 പോയിന്റുകൾ അവിടെ കണ്ടു. ആദ്യ പോയിന്റ്, നമ്മൾ തീവ്രമാക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അമേരിക്ക കേന്ദ്രമായ പഴയ സംവിധാനം, ഡോളർ അടിസ്ഥാനമായ സംവിധാനം, ഏകധ്രുവ സൂപ്പർ ശക്തിയായിരുന്ന സംവിധാനം. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആധിപത്യം ഇപ്പോൾ ചൈനക്കാർ, റഷ്യക്കാർ, മറ്റു ശക്തികൾ വെല്ലുവിളിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്നാൽ നമ്മൾ ഊർജവും എക്കണോമിയും ആയുധമാക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. ഊർജവും എക്കണോമിയും ആയുധമാക്കി നമ്മൾ സ്ഥിരതയുടെ ലോകത്ത് നിന്ന് അസ്ഥിരതയുടെ ലോകത്തേക്ക് നീങ്ങുന്നു. പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കുറച്ചു സമയം മുൻപ് യുദ്ധത്തിന്റെ യുഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ യുദ്ധത്തിന്റെ യുഗത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് കാണാം യുദ്ധം. യുക്രൈനിലുണ്ട് യുദ്ധം, ഗാസയിലുണ്ടായിരുന്നു യുദ്ധം, മധ്യപൂർവ്വ ദേശത്തുണ്ട് യുദ്ധത്തിന്റെ ഭീഷണി, ഇറാനിലുണ്ട്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു. അതിനാൽ നമ്മൾ അസ്ഥിരതയുടെ ലോകത്തേക്ക് നീങ്ങുന്നു. ഡോളർ വെല്ലുവിളിക്കപ്പെടുന്നു. അമേരിക്കയുടെ ആധിപത്യം വെല്ലുവിളിക്കപ്പെടുന്നു. നമ്മൾ സൂപ്പർ ശക്തിയുടെ ലോകത്ത് നിന്ന് പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു. അത് ശരിക്കും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ 2 സൂപ്പർ ശക്തികൾ, ഒരുപക്ഷെ ബഹുമുഖ ശക്തികൾ. എന്തായാലും അത് അസ്ഥിരമായ ലോകമാണ്. ഒപ്പം അതിനാണ് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സർവേയിൽ പറഞ്ഞത്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു, 100%. ഇപ്പോൾ അപകടകരമായ ലോകത്തേക്ക് നീങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശക്തികൾ എന്താണ് എന്നതാണ്. ഒരു വ്യക്തിയായും ഒരു രാഷ്ട്രമായും നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ ശക്തികൾ നമ്മുടെ ജനങ്ങളാണ്. 1.4 ബില്യൺ ജനങ്ങൾ, മിടുക്കരായ, ഊർജ്ജസ്വലരായ, ചലനാത്മകരായവർ. നമുക്ക് ലോകത്തെ ആരെയും വെല്ലുവിളിക്കാം. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് കർഷകരാണ്. മൂന്നാമത്തെ കാര്യം, ഒരു ആധുനിക രാജ്യം നടത്തുവാൻ വേണ്ടത് ഊർജം, ഇന്ധനം എന്നിവയാണ്. നമുക്ക് ഇന്ധനം വേണം, പെട്രോൾ വേണം. അതിനാൽ ഇവയാണ് 3 കാര്യങ്ങൾ. ഇവയാണ് അസ്ഥിര സമയങ്ങളിൽ സംരക്ഷിക്കേണ്ടത്. നമ്മുടെ ജനങ്ങളും നമ്മുടെ വിവരങ്ങളും, നമ്മുടെ ഭക്ഷണ വിതരണം, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ്, ഒപ്പം തന്നെ നമ്മുടെ ഊർജ സംവിധാനം. ബഡ്ജറ്റ് തിരിച്ചറിയുന്നുണ്ട് നമ്മൾ അപകടകരമായിട്ടുള്ള സമയത്തിലേക്ക് പോകുന്നുവെന്ന്. തീവ്രമാകുന്ന ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾ, ഊർജവും ധനകാര്യവും ലോകമെമ്പാടും ആയുധമാക്കപ്പെടുന്നു. ഡോളർ ആയുധമാക്കപ്പെടുന്നു. ഡോളർ ദുർബലമാകുന്നു. സ്വർണം, വെള്ളി വിലകൾ ഉയരുന്നു. എല്ലാവർക്കും ഇത് കാണാം. എന്നാൽ ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് ഒന്നുമില്ല. ബഡ്ജറ്റിനൊപ്പം സമാന്തരമായി പുതിയ ഒന്ന് സംഭവിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി നമ്മൾ ഒരു കരാറുണ്ടാക്കി. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും മൂല്യവത്തായ ആസ്തി ഇന്ത്യൻ വിവരങ്ങളാണ്. അമേരിക്കക്കാർ സൂപ്പർ ശക്തിയായിട്ട് തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള താക്കോൽ ഇന്ത്യൻ വിവരങ്ങളാണ്. കാരണം ചൈനക്കാർക്ക് 1.4 ബില്യൺ ജനങ്ങളുടെ വിവര സമാഹാരമുണ്ട്. നിങ്ങൾക്ക് യൂറോപ്യൻ വിവരങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് ആഫ്രിക്കൻ വിവരങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് അമേരിക്കൻ വിവരങ്ങൾ എടുക്കാം. അതെല്ലാം ചേർത്താൽ പോലും അത് ചൈനീസ് വിവരങ്ങളുമായി മത്സരിക്കില്ല. അതിനാൽ ഇന്ത്യൻ ഡാറ്റ അമേരിക്കയ്ക്ക് പ്രധാനമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യമാണ് ഭരിക്കുന്നതെങ്കിൽ, പ്രസിഡന്റ് ട്രംപുമായി ചർച്ച ചെയ്യുന്നുവെങ്കിൽ എന്താണ് പറയുക? ആ കാര്യം നമ്മൾ പറയും പ്രസിഡന്റ് ട്രംപ്. ഈ ഇക്വേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഡാറ്റയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കണമോ?
നിങ്ങളുടെ ഡോളറിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ആസ്തി ഇന്ത്യൻ ജനങ്ങളുമായി യോജിച്ചാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയും പ്രസിഡന്റ് ട്രംപ് നിങ്ങൾക്ക് ഈ ഡാറ്റയിലേക്ക് എൻട്രി വേണമെങ്കിൽ തുല്യതയോടെ സംസാരിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഒരു വോട്ടർ ബേസ് ഉണ്ട്, കാർഷിക വോട്ടർ ബേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നമ്മുടെ കർഷകരെയും സംരക്ഷിക്കും. എന്നാൽ മോദി സർക്കാർ നമ്മുടെ വിവരങ്ങളുമായി എന്താണ് ചെയ്തത്? നമ്പർ 1, നമ്മൾ നമ്മുടെ ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളുടെ നിയന്ത്രണം ഉപേക്ഷിക്കുന്നു. നമ്പർ 2, വിവര ലോകലൈസേഷന്റെ ആവശ്യമില്ല. നമ്പർ 3, സ്വതന്ത്ര ഡാറ്റ ട്രാൻസ്ഫർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക്. നമ്പർ 4, ഡിജിറ്റൽ നികുതി പരിധി. നമ്പർ 5, ഏതെങ്കിലും ഉറവിട കോഡ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്ങനെ നിങ്ങൾക്ക് ഈ സഭയിലേക്ക് വരാൻ പോലും കഴിയും? ഒപ്പം ഇത്തരം അസംബന്ധം സംസാരിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ലജ്ജയില്ലേ? ഇതോടെ അസംബന്ധം അഥവാ നോൺസെൻസ് എന്ന വാക്ക് അൺപാർലമെന്ററി ആണെന്ന് ചൂണ്ടിക്കാട്ടി കിരൺ റിജിജു എഴുന്നേറ്റു. സ്പീക്കർ ഇടപെട്ടു. ഒടുവിൽ രാഹുൽ ആ വാക്ക് പിൻവലിച്ചു. പ്രസംഗം തുടർന്നു. സാർ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ത്യയെ വിറ്റു. നിങ്ങൾക്ക് ഇന്ത്യ വിറ്റതിൽ ലജ്ജയില്ലേ? നിങ്ങൾ നമ്മുടെ അമ്മയെ വിറ്റു, ഭാരതമാത. നിങ്ങൾക്ക് ലജ്ജയില്ലേ? സാധാരണ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ വിൽക്കില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അത് ചെയ്യില്ല. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യ വിറ്റു? കാരണം അവർ അദ്ദേഹത്തെ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചിരിക്കുന്നു. അവർക്ക് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടുത്തമുണ്ട്. കണ്ണിൽ നോക്കുമ്പോൾ ഭയം കാണാം. സർ, പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഭയമുണ്ട്. എപ്സ്റ്റീൻ കേസ്. സർ, 3 ബില്യൺ ഫയലുകൾ ഇപ്പോഴും പൂട്ടിയിട്ടുണ്ട്. അതോടെ സ്പീക്കർ ഈ വിഷയവുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചിടപെട്ടു. ഒടുവിൽ എപ്സ്റ്റീൻ കേസ് വിട്ട് രാഹുൽ പ്രസംഗം തുടർന്നു. നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിന്റെ മധ്യത്തിൽ ഒരു ശ്വാസമടക്കലാണ് സർ കാണുന്നത് മിസ്റ്റർ അഡാനി പ്രയോഗിച്ചത്. അതിനാൽ ഞാൻ മിസ്റ്റർ അഡാനിയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കേസും. അതോടെ സ്പീക്കർ വീണ്ടും ഇടപെട്ടു. വിഷയവുമായി അല്ലാതെ എന്തെങ്കിലും ഉന്നയിക്കണമെങ്കിൽ ആരോപണം ആദ്യം എഴുതി നൽകണം എന്നതാണ് ചട്ടമെന്ന് ഓർമ്മിപ്പിച്ചു. BJP ഭാഗത്ത് നിന്നും 3,52,354 ക്രമപ്രശ്നങ്ങളും ഉപദേശിച്ചു. ഇതോടെ രാഹുൽ അതും വിട്ടു. ബഹളത്തിന് ശേഷം പ്രസംഗം തുടർന്നു. സ്പീക്കർ സാർ, അവിടെ ഒരു വ്യവസായി ഉണ്ട്, മിസ്റ്റർ അനിൽ അംബാനി എന്നാണ് പേര്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ജയിലിലില്ല? അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയലുകളിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ജയിലിലില്ല? മിസ്റ്റർ ഹർദീപ് പുരി ആരാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്? അതോടെ വീണ്ടും നേരത്തെ പറഞ്ഞ ക്രമപ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെട്ടു. രവിശങ്കർ പ്രസാദ് എഴുന്നേറ്റു. ബഹളത്തിന്റെ അവസാനം രാഹുൽ അതിൽ നിന്നും മാറി പ്രസംഗം തുടർന്നു. 2 ദിവസം മുൻപ് ഒരു അംഗം ധാരാളം അപമാനകരമായ അഭിപ്രായങ്ങൾ മുൻ പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞു. അപ്പോൾ എവിടെയായിരുന്നു ഈ നിയമം? സ്പീക്കർ വീണ്ടും രാഹുലിനോട് വിഷയത്തിലേക്ക് വരുവാൻ പറഞ്ഞു. അതോടെ രാഹുൽ സ്പീക്കർക്കെതിരെയായി അടുത്ത സംസാരം. സ്പീക്കർ മുൻ കോൺഗ്രസ് പാർട്ടിക്കാരനായതിനാൽ പ്രത്യേകം ഫേവർ ചെയ്യാമെന്നും കൂടുതൽ അഗ്രസീവ് ആവില്ല എന്നും രാഹുൽ പറഞ്ഞപ്പോൾ താനൊരു പാർട്ടിയുടെയും പ്രതിനിധി ആയല്ല ചെയറിലിരിക്കുന്നതെന്ന് സ്പീക്കർ മറുപടിയും പറഞ്ഞു. നമ്മൾ നികുതി ഭാരങ്ങളിൽ പിന്നോട്ട് പോയി. ഞങ്ങൾ നമ്മുടെ വിവരങ്ങൾ കൈമാറി. ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു. വിവര ലോകൈസേഷൻ ഇല്ല. സ്വതന്ത്ര ഡാറ്റ ട്രാൻസ്ഫർ US-ലേക്ക്. ഡിജിറ്റൽ നികുതിയിൽ പരിധി. ഉറവിട കോഡ് വെളിപ്പെടുത്തലില്ല. ഒപ്പം 20 വർഷത്തെ നികുതി അവധി. നമ്മുടെ കർഷകരെ യന്ത്രവൽകൃത വൻ അമേരിക്കൻ കൃഷിസ്ഥലങ്ങളുടെ കരുണയ്ക്ക് വിട്ടുകൊടുത്തു. നമ്മുടെ തുണിത്തരങ്ങൾ തുടച്ചു നീക്കി. നമ്മുടെ ഊർജ്ജ സുരക്ഷ കൈമാറി. നമുക്ക് എണ്ണ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ചെയ്യുമെന്ന്. പക്ഷെ സംഭവിച്ചത് ഇതാണ് സർ. ഇത് പൂർണ്ണമായ കീഴടങ്ങലാണ്. അതൊരു ദുരന്തമാണ്. കാരണം കീഴടങ്ങാൻ പ്രധാനമന്ത്രിയുടെ മാത്രമല്ല, അദ്ദേഹം അടക്കം 1.5 ബില്യൺ ഇന്ത്യക്കാരുടെ ഭാവിയാണ്. അദ്ദേഹം BJPയുടെ സ്വന്തം ധനകാര്യ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു കേസുണ്ട്. ഇതിവിടെ പറയാൻ നിങ്ങൾക്ക് നോട്ടീസ് മുൻകൂട്ടി നൽകണം. ഒപ്പം നിങ്ങൾക്ക് അറിയിക്കണം. വീണ്ടും ബഹളം. സ്പീക്കർ സാർ, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. മന്ത്രി പറഞ്ഞു, ഞാൻ സാധുത വരുത്തണമെന്ന്. ഇപ്പോൾ എനിക്ക് സാധ്യത വരുത്തുവാൻ രേഖകളുണ്ട്. ഞാനത് ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സർ, നമ്മൾ അസ്ഥിര സമയങ്ങളിലേക്ക് നീങ്ങുന്നു. ഒപ്പം രാജ്യം വിറ്റു, അതിന് വിവരങ്ങൾ വിറ്റു, അതിന്റെ കർഷകരെ വിറ്റു, അസ്ഥിരമായ ലോകത്ത് അതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ വിറ്റു, അതിന്റെ ചെറിയ ഒപ്പം ഇടത്തര വ്യവസായങ്ങൾ വിറ്റു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സൈന്യങ്ങളെ, ഒപ്പം നമ്മുടെ ഊർജ്ജ സുരക്ഷയെ വിറ്റു. നന്ദി.